Welcome to my classroom, Design of Hydraulic Structures. Hi all, this is Lakshmi from SNIT Adur. Here we discuss about the topic spillway in its energy dissipation below spillway or score protection below spillway. Energy dissipation below spillway. Okay. എനർജി ഡെസിപ്പേഷൻ ആണ്. അതിന് മുമ്പായിട്ട് എന്താ ഈ എനർജി ഡെസിപ്പേഷൻ? എനർജി ഡെസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സ്പിൽവേ. ഇത് റിസർവോയർ ആണ്, അപ്സ്ട്രീം റിസർവോയർ. ദിസ് ഇസ് ഡൗൺ സ്ട്രീം സൈഡ്. ശരിക്കും വാട്ടർ ഫ്രീലി മൂവ് ചെയ്യുന്നത് ഇവിടുന്ന് വെള്ളം ഫ്ലോ ചെയ്ത് ഇവിടേക്കാണ് ഫോൾ ചെയ്യുന്നത്. കൈനറ്റിക് എനർജി. അപ്പം നമുക്ക് എന്താ, ഹൈ വെലോസിറ്റിയിലായിരിക്കും വാട്ടർ ഫ്ലോ ഫ്രീലി ഫോൾസ് ഡൗൺ. അപ്പം എന്താ, ഡൗൺ സ്ട്രീം ബെഡ് സ്കോർ ചെയ്യും. ഓക്കെ, ഇവിടുന്ന് കുത്തനെ വെള്ളം വന്ന് വീഴുമ്പോൾ എന്താ, ഇവിടുന്ന് ഇത് ഇളകി പോകാൻ തുടങ്ങും. സോ നമുക്ക് ഈ സ്കോറിങ് എഫക്റ്റ് കുറച്ചേ പറ്റുള്ളൂ. ലാർജ് സ്കെയിൽ, അതായത് ഹൈ വെലോസിറ്റിയിലാണ് വാട്ടർ വന്ന് വീഴുന്നതെങ്കിൽ ലാർജ് സ്കെയിൽ ഓഫ് സ്കോർ ആയിരിക്കും ഡൗൺ സ്ട്രീം സൈഡിൽ. അതും നിയർ ടു ദ ടോയ് ഓഫ് ദ ഡാമിലായിരിക്കും കൂടുതലായിട്ടും എഫക്റ്റീവ് ആവുന്നത്. സോ ടോയ് ഓഫ് ദ ഡാമിലേക്ക് സ്കോറിങ് എഫക്റ്റ് കൂടിയാൽ എന്താ, ഓവറോൾ ദ ഹൈഡ്രോളിക് സ്ട്രക്ചർ, അതായത് നമ്മുടെ ഡാമിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറിനാണ് ഫെയിലുവർ സംഭവിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ എനർജിനെ, അതായത് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ റിസർവോയർ സൈഡിലെ പൊട്ടൻഷ്യൽ എനർജി ഫ്രീലി ഫോൾ ചെയ്യുമ്പോൾ അത് കൈനറ്റിക് എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഈ നമുക്ക് എനർജീനെ അപ്പം ഡെസിപ്പേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യണം. സോ we have to put some arrangement in the spillway side. നമുക്ക് സ്പിൽവേ സൈഡിൽ അറേഞ്ച്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. എന്തിനാ, എനർജി ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് സ്കോറിങ് എഫക്റ്റ് ലാർജ് സ്കെയിലിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇങ്ങനെ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്, എനർജി ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എനർജി ഡെസിപ്പേഷൻ അറേഞ്ച്മെന്റ്, ഓർ it is called energy dissipators. ഓക്കെ, ഇങ്ങനെ നമ്മൾ എനർജി ഡെസിപ്പേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന അറേഞ്ച്മെന്റിനെ ഒന്നിൽ നമ്മൾ എനർജി ഡെസിപ്പേഷൻ അറേഞ്ച്മെന്റ്, അല്ല എങ്കിൽ എനർജി ഡെസിപ്പേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എനർജി ഡെസിപ്പേഷന് നമ്മൾ കൊടുക്കുന്ന ഏതൊക്കെ രീതിയിൽ നമുക്ക് എനർജി ഡെസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കത് നോക്കാം. ആക്ച്വലി നമ്മുടെ കൈനറ്റിക് എനർജി സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയാണ് നമുക്ക് ഡെസിപ്പേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. കൺവേർട്ടിങ്, അതായത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയെ നമുക്ക് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയെ കൺവേർട്ട് ചെയ്ത് എന്താ, കൺവേർട്ടിങ് ടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവേർട്ടിങ് ദ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ, അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ്, നമുക്ക് എനർജി ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്ടറിനെ എയറിലേക്ക് ഡയറക്റ്റ് ചെയ്യാം. അതായത് ഫ്ലോ ഓഫ് വാട്ടറിനെ എയറിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ നമ്മുടെ സ്ട്രക്ചറിന്റെ ടോപ്പ് പോർഷനിൽ നിന്ന് ദൂരത്തേക്ക് മാറ്റി ഫോൾ ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻസിപ്പിള് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബക്കറ്റ് ടൈപ്പ് എനർജി ഡെസിപ്പേറ്റേഴ്സ് ആണ്. വർക്ക് ചെയ്യുന്നത് ബക്കറ്റ് ടൈപ്പ് എനർജി ഡെസിപ്പേറ്റേഴ്സ് ആണ്. സോ നമുക്ക് രണ്ട് രീതിയിൽ എനർജി ഡെസിപ്പേഷൻ ചെയ്യാൻ പറ്റും. ഹൈഡ്രോളിക് ജമ്പ്, ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിക് ജമ്പ്. നമുക്ക് നോക്കാം എന്താ ഹൈഡ്രോളിക് ജമ്പ്. സഡൻ ആൻഡ് ടർബുലന്റ് പാസേജ് ഓഫ് വാട്ടർ ഫ്രം supercritical to supercritical to subcritical. ഓക്കെ, നമ്മുടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് സഡൻ ആയിരിക്കും, ടർബുലന്റ് പാസേജ് ഓഫ് വാട്ടർ ആയിരിക്കും, ഫ്രം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ടു സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലേക്കായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞാൽ എനർജി ഡെസിപ്പേറ്റർ ആണ്. ഇത് ശരിക്കും മോർ എഫക്റ്റീവ് ആയിട്ട്, ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് സൂട്ടബിൾ ആണ്, എഫക്റ്റീവ് മീൻസ് ഓഫ് എനർജി ഡെസിപ്പേഷൻ ടൈപ്പ് ആണ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഉണ്ട്. ഈ ജമ്പ് തന്നെ പല ടൈപ്പിലുണ്ട്. അത് ശരിക്കും അതായത് ഹൊറിസോണ്ടൽ ഫ്ലോറിലേക്കാണ് ഇത് ജമ്പ് വരുന്നത്. സോ ഇത് ശരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രോഡ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രോഡ് നമ്പർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ F1. ഫ്രോഡ് നമ്പറിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇൻകമിങ് ഫ്ലോയുടെ ബേസിലാണ്, ഇൻകമിങ്
വരുന്ന വാട്ടറിന്റെ ബേസിൽ, ഓക്കെ, ഇൻകമിങ് ഫ്ലോയുടെ ബേസിൽ ഫ്ലോഡ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് പറയുന്നത്. അതിന് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട് ഫ്ലോഡ് നമ്പറിന്, V1 ഡിവൈഡഡ് ബൈ √G ഇൻറ്റു Y1. ഓക്കെ, എന്താ V1? V1 എന്ന് പറയുന്നതിന് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് ബിഫോർ ജമ്പ്. ജമ്പിന് മുൻപുള്ള വെലോസിറ്റിയാണ് V1. G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് Y1, ഓക്കെ, Y1 പ്രീ ജമ്പ്, അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ഓർ ഇനിഷ്യൽ പ്രീ ജമ്പ് ഓർ ഇനിഷ്യൽ ഡെപ്ത് ഓഫ് ഫ്ലോ, അതാണ് Y1 എന്ന്. ഇനിഷ്യൽ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് Y1. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ബിഫോർ ജമ്പ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫ്ലോഡ് നമ്പറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജമ്പ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ചാനൽ, റെക്ടാങ്കുലർ ചാനലിൽ, ഓക്കെ, ഹൈഡ്രോളിക് ഇക്വേഷൻ ഉണ്ട്. ഹൈഡ്രോളിക് ജമ്പ് can form in a horizontal rectangular channel. ഓക്കെ, അതിന് നമുക്കൊരു റിലേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. Y2, എന്താ Y2 എന്ന് ഞാൻ പറയാം. Y2 ഈക്വൽ ടു -Y1 by 2 പ്ലസ് √of y1 സ്ക്വയർ ബൈ 4 പ്ലസ് 2q സ്ക്വയർ ബൈ GY1. ഇതാണ് നമ്മുടെ സ്പിൽവേനെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, സ്പിൽവേ ഇതാണ് വാട്ടർ ഫ്ലോ ചെയ്ത്. ഓക്കെ, ഇതിൽ ഓക്കെ, ദിസ് ഈസ് അപ്സ്ട്രീം TL. ഓക്കെ, ആൻഡ് ദിസ് ഈസ് Y1. ഓക്കെ, ഫ്ലോ ചെയ്ത് വരുന്നത് ഇതാണ് Y1 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് Y2, അതായത് ദിസ് ഈസ് ഡൗൺസ്ട്രീം TL. ഡൗൺസ്ട്രീം TL ഇതാണ് ടോട്ടൽ എനർജി ലൈന്. സോ ദിസ് ഈസ് Y2 ആൻഡ് ദിസ് ഈസ് Y1. ഇത് നമ്മളുടെ ഹൈറ്റ് H1. ഓക്കെ, ദിസ് ഈസ് ദ ഹൈറ്റ്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഈ റിലേഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ഹൊറിസോണ്ടൽ ചാനലിലേക്കാണ് ഹൈഡ്രോളിക് ജമ്പ് വരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനകത്ത് Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ജമ്പ് ഡെപ്ത് ആണ്. Y1. Y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ജമ്പ് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജമ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് Y2. പോസ്റ്റ് ജമ്പ് Y1 പ്രീ ആൻഡ് Y2 post jump depth, and Q is the intensity of discharge intensity ആണ് Q എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് എന്താ Y2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഒരു ഡിസ്ചാർജ് ഇന്റൻസിറ്റി ഓഫ് സ്പിൽവേയുടെ ഡെപ്ത് Y1 എന്ന് പറയുന്നത് ഒരു ഗിവൺ ഡിസ്ചാർജ് ഇന്റൻസിറ്റി ഓഫ് ഡിസ്ചാർജ് സ്പിൽവേയുടെ തന്നിട്ടുണ്ട് എങ്കിൽ ഡെപ്ത് Y1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V1 ആണ്. ഓക്കെ, ഇനി V1 എങ്ങനെ, D എന്താ ഇന്റൻസിറ്റി ഓഫ് ഡിസ്ചാർജ്, V1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? V1 നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഡ്രോപ്പിന്റെ ബേസിലാണ്, H1ന്റെ ബേസിലാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √2GH1. സോ നമുക്ക് V1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് Y1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ Y1 കാൽക്കുലേറ്റ് ചെയ്തു. സോ അങ്ങനെ നമുക്ക് Y2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് Y1ഉം Y2ഉം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഗ്രാഫ് ഡിസ്ചാർജും വെച്ചിട്ട്. സോ നമുക്കിനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനെ പറ്റി പറയാം. നമ്മൾ ക്യൂവും, അതായത് ഡിസ്ചാർജ് ഇന്റൻസിറ്റിയും ടെയിൽ വാട്ടർ ഡെപ്തും ആൻഡ് ടെയിൽ വാട്ടർ ഡെപ്ത് വെച്ചിട്ട് കർവ് പ്ലോട്ട് ചെയ്ത ആ കർവിനെയാണ് നമ്മൾ ടെയിൽ വാട്ടർ കർവ് എന്ന് പറയുന്നത്. ടെയിൽ വാട്ടർ കർവ്. ഓക്കെ, TWC. ഡിസ്ചാർജ് ഇന്റൻസിറ്റിയും ടെയിൽ വാട്ടർ ഡെപ്തും വെച്ചിട്ട് നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യും. പ്ലോട്ടഡ് എ കർവ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ടെയിൽ വാട്ടർ ഡെപ്ത്. ആ കർവിനെയാണ് നമ്മൾ ടെയിൽ വാട്ടർ കർവ് അല്ലെ TWC. അതുപോലെ തന്നെ സിമിലർലി നമ്മൾ അടുത്ത കർവ് പ്ലോട്ട് ചെയ്യും. എന്താ? ക്യൂ പ്ലോട്ടഡ് സെയിം ഗ്രാഫ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് Y2. ഡിസ്ചാർജ് ഇന്റൻസിറ്റിയും Y2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. Y2 വെച്ചിട്ട് നമ്മൾ അടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിനെയാണ് നമ്മൾ പറയുന്നത് ജമ്പ് ഹൈറ്റ് ഗ്രാഫ്, ജമ്പ് ഹൈറ്റ് കർവ്. ഓക്കെ, ഈ ജമ്പ്
ഹൈറ്റ് കേർവിനെ അല്ലെ നമ്മൾ Y2 കേർവ് എന്നും പറയും. Energy dissipation below spillway depending upon the relative position of TWC, tailwater curve, and Y2 curve. The energy dissipation arrangements can be provided below spillway. ശരിക്കും എനർജി ഡെസിപ്പേഷൻ അറേഞ്ച്മെന്റ് ബിലോ സ്പിൽവേയിൽ കൊടുക്കുമ്പം നമ്മൾ TWCയുടെയും Y2 കർവിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് എനർജി ഡെസിപ്പേഷൻ അറേഞ്ച്മെന്റ് ഏത് തരത്തിൽ കൊടുക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കൊരു 5 കേസസ് ഉണ്ട്, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓരോ കേസസ് ആയിട്ട്. Case 1, when TWC, okay, tailwater curve coincide with Y2 curve at all discharge. First case ഇതാണ്, TWC coincide with the Y2 curve. See in this graph, നമ്മൾ intensity of Qവും ഡെപ്തും ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കർവ് പ്ലോട്ട് ചെയ്തു. ഓക്കെ, ടെയിൽ വാട്ടർ ഡെപ്ത് ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ Y2 കർവും TWC കർവും TWCയും കോയിൻസൈഡ് ചെയ്യുന്നത് ഒരേ അടുത്തായിരിക്കും. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മൾ എനർജി ഡെസിപ്പേഷന് ബിലോ സ്പിൽവേ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ശരിക്കും ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഫോം അറ്റ് ദ ടോപ്പ് പോർഷനിൽ, അതായത് സ്പിൽവേ സ്ട്രക്ചറിന്റെ ടോപ്പ് പോർഷനിലായിരിക്കും ഹൈഡ്രോളിക് ജമ്പ് ഏത് ഡിസ്ചാർജിലാണേലും ഫോം ചെയ്യുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ, ടോ കഴിഞ്ഞുള്ള ഭാഗത്ത് ഒരു ഹൊറിസോണ്ടൽ ആപ്രോൺ, സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ പ്രൊവൈഡ് ചെയ്ത എനർജി ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻ ദിസ് കേസ് എ സിമ്പിൾ കോൺക്രീറ്റ് ആപ്രോൺ ഓഫ് ലെങ്ത്, ആൻഡ് ദിസ് ലെങ്ത് ഈസ്, അതായത് ഈ പോർഷൻ തൊട്ട് ഇവിടം വരെ, ദിസ് ലെങ്ത് ഈസ് 5 into Y2 minus Y1. 5 into Y2 minus Y1. Okay, length of 5 into Y2 minus Y1 is sufficient to provide protection in the region of hydraulic jump. ഈ റീജിയനിൽ ഹൈഡ്രോളിക് ജമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക്, അല്ലെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്നതിന് 5 into Y2 minus Y1 ലെങ്ത്തിൽ നമ്മൾ സ്റ്റിൽ ഇൻ ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ പ്രൊവൈഡ് ചെയ്താൽ മതി. Second case, when TWC tailwater curve is lying above the Y2 curve at all discharge. See this figure, this is the graph, intensity and tailwater depth. Okay, ഇതിനെ കറസ്പോണ്ട് ആയിട്ട് നമ്മൾ കർവ് വെച്ചു, and this is TWC tailwater curve, and this is Y2 curve. Y2 curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TWCനെക്കാട്ടിലും താഴെ ആയിരിക്കും, TWC lying above Y2 കർവ് ആയിരിക്കും, TWCനെക്കാട്ടി താഴെ ആയിരിക്കും Y2 കർവ്. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, TWC ഈസ് ലൈയിങ് അബവ് Y2 കർവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലായിട്ട് എനർജി ഡെസിപ്പേഷൻ ബിലോ സ്പിൽവേ ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ അബവ് ബെഡും, ഒന്ന് റോളർ ബക്കറ്റ് ടൈപ്പ് എനർജി ഡെസിപ്പേഷനും കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ്? മുമ്പേ നമ്മൾ കൊടുത്തിരുന്ന ഹൊറിസോണ്ടൽ ആപ്രോൺ ആണ്, ഇവിടെ സ്ലോപ്പിംഗ് ആപ്രോൺ. ശരിക്കും ഇതാണ് നമ്മുടെ സ്പിൽവേ. ഓക്കെ, വാട്ടർ ഫ്ലോ ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും സ്ലോപ്പിംഗ് ആയിട്ട് ഇവിടെ ഇങ്ങനെയാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് ആപ്രോൺ, സ്റ്റില്ലിംഗ് ബേസ് ഇതാണ്, വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. എബോവ് ബെഡ് ആയിരിക്കണം, ബെഡിന് എബോവ് ആയിട്ടായിരിക്കണം സ്ലോപ്പിംഗ് ആപ്രോൺ വിത്ത് സ്റ്റിൽ. ഇതാണ് സ്റ്റില്ലിംഗ് ബേസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 5 into Y2 minus Y1. ഓക്കെ, ദിസ് ഈസ് റിവർ ബെഡിന് എബോവ് ആയിട്ട് സ്ലോപ്പിംഗ് സ്റ്റില്ലിംഗ് ബേസിൻ പ്രൊവൈഡ് ചെയ്യുക. വെള്ളം വരുന്ന ഇതാണ് Y1, ആൻഡ് ടെയിൽ വാട്ടർ ഡെപ്തിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് Y2. ഓക്കെ, ഒന്ന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സെക്കൻഡ്, നമ്മൾ ബക്കറ്റ് ടൈപ്പ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ ചെയ്ത് വരുന്ന ഇവിടെ ഇങ്ങനെ നമ്മളൊരു റോളർ ബക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, റോളർ ബക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും വാട്ടർ ഫ്ലോ ചെയ്ത്, ഇത് ടെയിൽ വാട്ടർ ലെവൽ. ഓക്കെ, ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ലൈയിങ് അബവ് Y2 കർവ് വരുമ്പോൾ ഏത് ഡിസ്ചാർജ് വന്നാലും, സ്മോൾ ആണെങ്കിലും ലാർജ് ആണെങ്കിലും ഡിസ്ചാർജിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ദിസ് ഇസ് കേസ് 2. Third case is when tailwater curve lying below Y2 curve. Okay, Y2 കർവിന് താഴെയാണ് TWC ലൈ ചെയ്യുന്നതെങ്കിൽ അറ്റ് ഓൾ ഡിസ്ചാർജ് കേസ് ഇതാണ്, ഗ്രാഫ് ഇതാണ്, ഇന്റൻസിറ്റി, ഡിസ്ചാർജ് ഇന്റൻസിറ്റി, ഡെപ്ത്. സോ Y2 കർവിന് ബിലോ ആണ് ടെയിൽ വാട്ടർ കർവ് വരുന്നത്. ഈ കേസിൽ നമുക്ക് 3 രീതിയിൽ, ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ് ആൻഡ് തേർഡ് കേസ്, 3 രീതിയിൽ നമുക്ക് എനർജി ഡെസിപ്പേഷൻ ബിലോ സ്പിൽവേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ
ബിലോ റിവർ ബെഡിന് ബിലോ ആയിട്ട്. സോ ഇതാണ് നമ്മുടെ റിവർ ബെഡ്. സോ ശ്രദ്ധിക്കണേ, ഇതാണ് നമ്മുടെ റിവർ ബെഡ്. റിവർ ബെഡിന് താഴെയായിട്ട് വേണം സ്ലോപ്പിംഗ് ആപ്രോണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, വാട്ടർ ഫ്ലോ ചെയ്ത് ഇങ്ങനെ വരുന്നു. സ്ലോപ്പിംഗ് ആപ്രോണ് റിവർ ബെഡിന് താഴെയായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് സ്റ്റില്ലിംഗ് ബേസിൻ പ്രൊവൈഡ് ചെയ്യും. ഒരു കേസ് ഇതാണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റ് ടൈപ്പ് ആണ്. ബക്കറ്റ് ടൈപ്പ് തന്നെ സ്കൈ ജംപ് ബക്കറ്റ് ടൈപ്പ് ആണ്. സ്കൈ ജംപ് ബക്കറ്റ് ടൈപ്പ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാട്ടർ വന്ന് ഇതാണ് സ്കൈ ജമ്പ്. ഇവിടുന്ന് ജമ്പ് ചെയ്ത് ടെയിൽ വാട്ടർ ലെവലിലേക്ക് മൂവ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സ്കൈ ജമ്പ് ബക്കറ്റ്. ആൻഡ് തേർഡ് കേസ് ഈസ് നമ്മൾ മെയിൻ ഡാമിന്റെ കൂടെ ഒരു സബ്സിഡറി ഡാമും കൂടി പ്രൊവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ മെയിൻ ഡാം ആൻഡ് ദിസ് ഈസ് ദ സബ്സിഡറി ഡാം. സോ അങ്ങനെ ഈ 3 രീതിയിലാണ് നമുക്ക് TWC ഈസ് ലൈൻ ബിലോ Y2 കർവ് ആയിട്ട് കൊടുക്കാം. ഇതാണ് സബ്സിഡറി ഡാം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മെയിൻ ഡാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കേസ് 4. ഇൻ ദിസ് കേസ് നമ്മുടെ ടെയിൽ വാട്ടർ കർവ് ലൈസ് above Y2 curve at low discharge and TWC അതായത് ടെയിൽ വാട്ടർ കർവ് ലൈസ് ബിലോ ദ Y2 curve at high discharge. ലോ ഡിസ്ചാർജിൽ Y2 curve എബവും ഹൈ ഡിസ്ചാർജിൽ Y2 curve ബിലോയും ആയിരിക്കും. ഈ ഗ്രാഫിൽ ശ്രദ്ധിക്കുക, Y2 curve എബോവ് ആയിരിക്കും, ലോ ഡിസ്ചാർജിൽ Y2 curve ബിലോ. ദിസ് ഇസ് ബിലോ ആയിരിക്കും, TWCനെക്കാട്ടിലും ബിലോ ആയിരിക്കും ഹൈ ഡിസ്ചാർജിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി ഡെസിപ്പേഷൻ ബിലോ സ്പിൽവേയിൽ കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ മാത്രമാണ്. എങ്ങനെയാണ് കൊടുക്കുന്നത്? പ്രൊവൈഡിങ് എ സ്റ്റില്ലിൻ ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ partly above and partly below the river bed. Okay, partly above partly below നമുക്ക് സ്ലോപ്പിംഗ് ആപ്രോൺ സ്റ്റില്ലിംഗ് ബേസിൽ കൊടുക്കുക. സോ ഈ ഫിഗറിൽ കണ്ടാൽ അറിയാം, ദിസ് ഈസ് റിവർ ബെഡ്. നമ്മുടെ റിവർ ബെഡ് ഈ പോയേക്കുന്നതാണ് നമ്മുടെ റിവർ ബെഡ്. റിവർ ബെഡിന് മുകളിലും സ്ലോപ്പിംഗ് ആപ്രോൺ കൊടുക്കുക, റിവർ ബെഡിന് ബിലോയും സ്ലോപ്പിംഗ് ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുക. റിവർ ബെഡിന് എബോയും സ്ലോപ്പിംഗ് ആപ്രോൺ കൊടുക്കുക, ബിലോയും സ്ലോപ്പിംഗ് ആപ്രോൺ കൊടുക്കുക വിത്ത് സ്റ്റില്ലിംഗ് ബേസിന്. ഇങ്ങനെയാണ് നമ്മൾ അതായത് TWC ലൈസ് എബോ Y2 curve ആൻഡ് ബിലോ Y2 curve. അതായത് ഇതാണ് ലോ ഡിസ്ചാർജ് വരുന്നത് ആൻഡ് ദിസ് ലൈൻ ഈസ് ഹൈ ഡിസ്ചാർജ് കർവ്. സോ ലോ ഡിസ്ചാർജ് വന്ന് നമ്മുടെ ടെയിൽ വാട്ടർ ഡെപ്ത് ഇതാണ്, ദിസ് ഈസ് ടെയിൽ വാട്ടർ ഡെപ്ത്. ഹൈ ഡിസ്ചാർജ് വരുമ്പോൾ നമ്മുടെ ടെയിൽ വാട്ടർ ഡെപ്ത് ഇതാണ്. ഓക്കെ, ദെൻ ദിസ് ഈസ് Y2 ആൻഡ് ദിസ് ഈസ് Y2. ഓക്കെ, 2 കേസാണ്, ഒന്ന് പാർട്ട്ലി എബോവും ഒന്ന് പാർട്ട്ലി ബിലോയും സ്ലോപ്പിംഗ് ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കേസ് ഈസ് കേസ് 5. കേസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TWC ലൈസ് ബിലോ Y2 curve അറ്റ് ലോ ഡിസ്ചാർജ് ആൻഡ് TWC ലൈസ് എബോ Y2 curve അറ്റ് ഹൈ ഡിസ്ചാർജ്. അതായത് നമ്മുടെ കേസ് 4ന്റെ നേരെ റിവേഴ്സ് ആണ് കേസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TWC ലൈസ് ബിലോ Y2 curve. ലോ ഡിസ്ചാർജിൽ Y2 curveന് താഴെയും ഹൈ ഡിസ്ചാർജിൽ Y2 curve അബവ് TWCനെക്കാട്ടിലും എബവ് ആയിരിക്കും. അപ്പൊ എന്താ, നമ്മൾ കേസ് 4 കൊടുത്ത പോലെ തന്നെ ഇവിടെ പാർട്ട്ലി സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ എബോവും ബിലോയും കൊടുക്കുക. ഓക്കെ, പാർട്ട്ലി എബോയും പാർട്ട്ലി ബിലോ ദ റിവർ ബെഡിലും പ്രൊവൈഡ് ചെയ്യുക. ലോ ഡിസ്ചാർജിൽ ബിലോയിലും കൊടുക്കുക, ഹൈ ഡിസ്ചാർജിൽ എബോവും കൊടുക്കുക. കേസ് 4ഉം കേസ് 5ഉം കേസ് 4ന്റെ റിവേഴ്സ് ആണ് കേസ് 5. പാർട്ട്ലി അബോവ് ആൻഡ് ബിലോ റിവർ ബെഡിൽ നമ്മൾ സ്ലോപ്പിംഗ് ആപ്രോൺ സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് ടൈപ്പ് എനർജി ഡെസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ബക്കറ്റ് ടൈപ്പ് ആണ്. നമ്മൾ ഇപ്പം എനർജി ഡെസിപ്പേഷൻ പറഞ്ഞതിനൊപ്പം തന്നെ ബക്കറ്റ് ടൈപ്പ് നമ്മൾ ഡ്രോ ചെയ്ത് പോയിരുന്നു. കാര്യം ബിലോ സ്പിൽവേയിൽ നമ്മൾ സ്റ്റില്ലിംഗ് ബേസിനും ബക്കറ്റ് ടൈപ്പും രണ്ടും നമ്മൾ ഹൈഡ്രോളിക് ജമ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ബക്കറ്റ് ടൈപ്പ് എന്ന് പറയുമ്പം ശരിക്കും എനർജി ഡെസിപ്പേറ്റർ ആണ്. ഇതിനകത്തൊരു ബക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഫിഗർ വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചിരുന്നു. ഒരു ബക്കറ്റ് ആയിട്ടാണ് നമ്മൾ
പ്രൊവൈഡ് ചെയ്ത് ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ഓവർഫ്ലോ ടൈപ്പ് സ്പിൽവേക്ക് മാത്രമാണ് നമ്മളിത് ബക്കറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓവർഫ്ലോ ടൈപ്പ് സ്പിൽവേക്ക് മാത്രമേ നമ്മൾ ബക്കറ്റ് ടൈപ്പ് യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ടെയിൽ വാട്ടർ കണ്ടീഷൻ ഏത് രീതിയിലാണെങ്കിലും ഇപ്പം നമ്മളൊരു ഫൈവ് കേസസ് കണ്ട് ടെയിൽ വാട്ടർ കണ്ടീഷൻ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ബക്കറ്റ് ടൈപ്പ് എനർജി ഡെസിപ്പേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് ഓഫ് എനർജി ഡിസിപ്പേഷൻ എന്ന് പറയുമ്പം നമ്മൾ ശരിക്കും റിവർ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ബെഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റിഫ് റോക്ക് ആയിരിക്കും. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ കൂടുതലായിട്ടും ബക്കറ്റ് ടൈപ്പ് ചൂസ് ചെയ്യുന്നത്. ടെയിൽ വാട്ടർ ഡെപ്ത് ഏത് കേസിൽ വന്നാലും നമുക്ക് ബക്കറ്റ് ടൈപ്പ് എനർജി ഡെസിപ്പേറ്റേഴ്സ് യൂസ് ചെയ്യാം. പക്ഷെ റിവർ ബെഡ് സ്റ്റിഫ് റോക്ക് ആയിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ കൂടുതലായിട്ടും ബക്കറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ 3 ടൈപ്പിൽ ബക്കറ്റ് ടൈപ്പിനെ യൂസ് ചെയ്യാൻ പറ്റും. റോളർ ബക്കറ്റ് ടൈപ്പ്, സ്കൈ ജംപ് ബക്കറ്റ് ടൈപ്പ് ആൻഡ് സ്ലോട്ടർ റോളർ ബക്കറ്റ് ടൈപ്പ്. നമ്മൾ ഇത് ഫിഗറിൽ കണ്ടിരുന്നു, ഞാൻ വരച്ചിരുന്നു സ്കൈ ജംപ് ആൻഡ് റോളർ ബക്കറ്റ് ടൈപ്പ്. ഓക്കെ, നമ്മൾ ഈ ഒരു സെക്ഷനിൽ എനർജി ഡെസിപ്പേഷൻ എന്താണ്, എനർജി ഡെസിപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, 2 രീതിയിൽ നമ്മൾ സൂപ്പർ ക്രിട്ടിക്കലിനെ സബ് ക്രിട്ടിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് ജമ്പും അതുപോലെ തന്നെ നമ്മൾ എയറിലേക്ക് വാട്ടറിനെ മൂവ് ചെയ്തുകൊണ്ട് ടോയുടെ സ്ട്രക്ചറിന്റെ ടോയുടെ അടുത്തുനിന്ന് ദൂരത്തേക്ക് ഫോളോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബക്കറ്റ് ടൈപ്പ് പ്രിൻസിപ്പിളിൽ പോകുന്നതും 2 രീതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. 2 രീതിയിലും പല കേസിലായിട്ട് എങ്ങനെയാണ്, അതായത് ടെയിൽ വാട്ടർ ഡെപ്തിനെ ബേസ് ചെയ്തിട്ട് പല കേസിൽ എങ്ങനെയാണ് എന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. സോ സ്റ്റഡി വെൽ. For more references, refer these textbooks of hydraulic structures.